ആഫ്രിക്കയുടെ അറ്റത്തുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൽ പെയ്തു വീണ് നിൽക്കുന്ന 10 ചെറുദ്വീപുകൾ. വലിയ ഭൂഖണ്ഡത്തിൽ നിന്ന് അകലെയായിട്ടും അവിടെ ജീവിക്കുന്നവർക്ക് ഒരൊറ്റ സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ദിവസം ലോകകപ്പിൽ അവരുടെ പതാക പാറണം എന്നതായിരുന്നു അത്. ആ ദ്വീപുകളുടെ പേരാണ് കേപ്പ് വേർഡെ. ജനസംഖ്യ 6 ലക്ഷത്തിന് താഴെ മാത്രം. അത് കേരളത്തിലെ ഒരു ചെറിയ നഗരത്തിനുള്ള അത്ര ജനസംഖ്യ മാത്രമേ ഉള്ളൂ. പക്ഷേ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ സ്വപ്നം കാണാതിരുന്നില്ല. ഇന്ന് ആ സ്വപ്നം യാഥാർത്ഥ്യമാവുകയാണ്. 2025 ഒക്ടോബർ 13 ആഫ്രിക്കൻ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളുടെ അവസാന ദിവസം. പ്രതിഭകൾ നിറഞ്ഞ വലിയ ആരാധക സപ്പോർട്ടുള്ള രാജ്യങ്ങളെ പിന്നിലാക്കി ആ ചെറു ദ്വീപ് രാഷ്ട്രം ലോകകപ്പിന് യോഗ്യത നേടി ചരിത്രം എഴുതുന്നു. ഒരു കാലത്ത് പോർച്ചുഗീസ് കോളനിയായിരുന്നു ഇവിടെ. ജനങ്ങൾക്കുണ്ടായിരുന്നത് മത്സ്യബന്ധനവും സംഗീതവുമായിരുന്നു. ഫുട്ബോൾ എന്നത് അവരുടെ ജീവിതത്തിൻ്റെ വിനോദവും. പക്ഷേ ഇപ്പോഴത് അവരുടെ ജീവനാണ്. കേപ്പ് വേർഡെയുടെ ഫുട്ബോൾ ചരിത്രം അത്ര പഴക്കമുള്ളതൊന്നുമല്ല. 1990-കളിൽ മാത്രമാണ് അവർ അന്താരാഷ്ട്ര മത്സരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നത്. അവിടെ നിന്നവർ ഇന്ന് ലോകകപ്പ് യോഗ്യത വരെ എത്തി നിൽക്കുകയാണ്. അതൊരു അത്ഭുതകരമായ യാത്രയാണ്. ആദ്യകാലത്ത് കളിക്കാർക്ക് ബൂട്ടുകൾ പോലും ലഭിക്കാത്ത അവസ്ഥയുണ്ടായിരുന്നു. കുറച്ചു പേർ മറ്റു രാജ്യങ്ങളിലെ ക്ലബ്ബുകളിലും കളിച്ചു. അവരിൽ നിന്നാണ് കേപ്പ് വേർഡെയുടെ ഇന്ന് കാണുന്ന സുവർണ തലമുറ ഉയർന്നു വന്നത്. പോർച്ചുഗലിലും ഫ്രാൻസിലും ജനിച്ച ഡയസ്പോറ കളിക്കാർ അവരുടെ മൂല്യങ്ങൾ ഈ ദ്വീപുകളിലാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അവരൊക്കെ തങ്ങളുടെ പാരമ്പര്യത്തിൻ്റെ പേരിൽ കേപ്പ് വേർഡെയുടെ ജേഴ്സി ധരിച്ച് മൈതാനത്തിലേക്ക് ഇറങ്ങുന്നു. 2025 ആഫ്രിക്കൻ ക്വാളിഫയറുകളിൽ അവർ അത്ഭുതങ്ങൾ കാണിച്ചു. സെനഗൽ, നൈജീരിയ, മൊറോക്കോ പോലുള്ള വൻ രാജ്യങ്ങളെ നേരിട്ടപ്പോഴും അവരുടെ കളി മാഞ്ഞു പോയില്ല. അവരിലുണ്ടായിരുന്നത് ഒരൊറ്റ ചിന്ത മാത്രം: നമ്മൾ ചെറുതായിരിക്കാം, പക്ഷേ നമ്മുടെ സ്വപ്നം വലിയതാണ്. അവസാന മത്സരത്തിൽ ആ ആവേശം കൃത്യമായി കാണാമായിരുന്നു. സ്റ്റേഡിയത്തിൽ മുഴുവൻ നീല പതാകകളുടെ തിരമാല. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ കളിക്കാർ മണ്ണിൽ വീണ് കരഞ്ഞു. ആരവങ്ങൾ കടലിൽ ലയിച്ചുപോയി. അതെ, കേപ്പ് വേർഡെ ലോകകപ്പിലേക്ക്. ഇത് വെറും ഫുട്ബോൾ മത്സരമല്ലായിരുന്നു അവർക്ക്. ഇതൊരു ദ്വീപ് രാഷ്ട്രത്തിൻ്റെ അത്ഭുത യാത്രയാണ്. ലോകകപ്പ് ചരിത്രത്തിൽ കേപ്പ് വേർഡെ ഇപ്പോൾ ജനസംഖ്യയിൽ ഏറ്റവും ചെറിയ 2ാമത്തെ രാജ്യമാണ്. കേപ്പ് വേർഡെയുടെ വിജയത്തിന് പിന്നിൽ അവരുടെ ഫാൻ സപ്പോർട്ടാണ് പ്രധാന കാരണമായത്. ഗ്രാമങ്ങളിൽ നിന്നും ബീച്ചുകളിൽ നിന്നും യൂറോപ്പിലെ കുടിയേറ്റക്കാരിൽ നിന്നുമെല്ലാം ഒരു ശബ്ദം മുഴങ്ങി: ഫോഴ്സ കേപ്പ് വേർഡെ. മറ്റൊരു പ്രത്യേകത, ഈ ടീമിലെ മിക്ക താരങ്ങളും മികച്ച യൂറോപ്യൻ ലീഗുകളിൽ കളിക്കുന്നവരാണ്. ലോകകപ്പിൻ്റെ ടിക്കറ്റുമായി കേപ്പ് വേർഡെ മുന്നേറുന്നു. ആഫ്രിക്കൻ ഫുട്ബോളിന് പുതിയൊരു പ്രചോദനമാണിത്. ലോകത്തിനാകെ പുതിയൊരു പാഠവും. സ്വപ്നം കാണാൻ വലിയ രാജ്യമാവേണ്ടതില്ല. ലോകകപ്പിൻ്റെ വലിയ വേദിയിൽ ഇനി ഈ ചെറുദ്വീപിൻ്റെ ഗാനവും മുഴങ്ങും. അതിൻ്റെ പേര് കേപ്പ് വേർഡെ എന്നാകും.